ഗുഡ് മോർണിംഗ് എവരിബഡി. പ്രൈസ് ലോർഡ്. നിങ്ങൾ ശ്രവിക്കുന്നു ജീവൻ്റെ അപ്പം. ഫാദർ യുവർ കിങ്ഡം കം, മാത്യു ചാപ്റ്റർ 6 വേഴ്സ് 9, 10. അതാണ് നമ്മളിപ്പോൾ പഠിക്കുന്നത്. നമ്മൾ ആദ്യം പ്രാർത്ഥിക്കേണ്ടത്, സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ രാജ്യം വരയണമേ, നമ്മുടെ ഉള്ളിൽ വരണം, നമ്മുടെ ഭവനത്തിൽ വരണം, നമ്മൾ താമസിക്കുന്ന സ്റ്റേറ്റ് അവിടെ വരണം, നമ്മുടെ കൺട്രിയിൽ വരണം, ലോകമെമ്പാടും ദൈവത്തിൻ്റെ രാജ്യം വരാൻ വേണ്ടി പ്രാർത്ഥിക്കണം. എന്നാലേ നീതി, സമാധാനം, സന്തോഷം. ദൈവരാജ്യം എന്നാൽ അതിൻ്റെ അർത്ഥം എന്താണ്? നീതി, സമാധാനം, പരിശുദ്ധാത്മാവിൽ സന്തോഷം. ഇത് മൂന്നുമാണ് നമ്മൾ ദൈവത്തിൻ്റെ രാജ്യം വരണമെന്ന് പ്രാർത്ഥിക്കുമ്പോൾ സംഭവിക്കുന്നത്. അപ്പോൾ ഈ ലോകം, ഞാൻ പറഞ്ഞു, ഇവിടെ ഒരു സേഫ്റ്റി ഇല്ല. എല്ലാവരും ഭയത്തോടെയാണ് ജീവിക്കുന്നത്. എപ്പോൾ എന്ത് സംഭവിക്കുമെന്ന് ആർക്കും ഒരു ഐഡിയയുമില്ല. അങ്ങനെ പീപ്പിൾ റൺ ഹിയർ ആൻഡ് ദേ വിത്ത് ഫിയർ. അവിടെ ഇത് ഉരുളുപൊട്ടെന്ന് പറയുമ്പോൾ എല്ലാവരും കൂടെ അങ്ങോട്ട് ഓടും. അന്ന് ഫ്ലഡ് വന്നപ്പോൾ എല്ലാവരും കൂടെ ബോട്ടിൽ എന്തെല്ലാമാണ് അവിടെ, അല്ലേ, മുങ്ങി തവിച്ച് എല്ലാവരും മരിക്കാനുള്ള അങ്ങനെയുള്ളൊരു വേർജ് ഓഫ് ഡെത്തായിരുന്നു എല്ലാവരും. അങ്ങനത്തെ ഭയമാണ്. പിന്നെ ഉരുളുപൊട്ടൽ, മണ്ണിടിച്ചിൽ, ഭൂകമ്പം, അങ്ങനെയെല്ലാം എന്തെല്ലാം വന്നുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ ആൾക്കാർക്ക് വലിയ പേടിയാണ്. ട്രാവൽ ചെയ്യാൻ പേടിയാണ്. എയറോപ്ലെയിൻ ഇപ്പോൾ ക്രാഷ് ചെയ്യുമെന്ന് പേടിയാണ്. ഇങ്ങനെ ഭയപ്പെട്ടാണ് ജീവിക്കുന്നത്. ആകാശത്തിൽ എന്ത് സംഭവിക്കുന്നു? ദൈവം പറഞ്ഞു, ഞാൻ ആകാശത്തെ കുലുക്കും, ഞാൻ ഭൂമിയെ കുലുക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ കുലുക്കിക്കൊണ്ടിരിക്കുന്ന ഓരോ ദിവസങ്ങളിലാണ് നമ്മൾ, ഈ അന്ത്യനാളിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ എന്തുമാത്രം ഭയഭക്തിയോടെ, എന്തുമാത്രം വിശുദ്ധിയോടെ, കർത്താവ് ഏത് സമയത്തും വരാം, ഏത് സമയത്തും മരണം സംഭവിക്കാം, അങ്ങനെയുള്ള ഒരു ഒരുക്കത്തോടെ വേണം ദൈവമക്കൾ നമ്മളെല്ലാവരും ജീവിക്കുവാൻ എന്ന് ഓർപ്പിക്കുന്നു. അപ്പോൾ ദേ ഡോണ്ട് നോ വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ നെക്സ്റ്റ് മൊമെൻറ്റ്. നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് അറിയില്ല. എവറി മോർണിംഗ് വെൻ യു ഗെറ്റ് അപ്പ് യു ഹിയർ സോ മെനി ഷോക്കിംഗ് ന്യൂസ്, റൈറ്റ്? നമ്മൾ ന്യൂസ് പേപ്പർ എടുക്കുക, വാട്സപ്പ് എടുക്കുക, സഡൻലി അല്ലെങ്കിൽ നെയ്ബർഹുഡിൽ നിന്ന് ഒരു ഫോൺ കോൾ വരും. ഇങ്ങനെയൊരു ഷോക്കിംഗ് ന്യൂസാണ്. റെഡി ടു റിസീവ് ദാറ്റ്. അനേക മരണം കേൾക്കുന്നുണ്ട്, സഡൻ ഡെത്താണ്. പിന്നെ ചിലരെ കൊല്ലുന്നുണ്ട്, ആക്സിഡൻ്റ് ഉണ്ട്, സൂയിസൈഡ് ഉണ്ട്, സിക്നെസ് ഉണ്ട്, പലതര ഡിസീസസാണ് ഇപ്പോൾ. നാച്ചുറൽ കലാമിറ്റീസ് ഉണ്ട്, പ്രകൃതി ക്ഷോഭങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു, ഡക്കോയിറ്റി, ടെററിസം, എർത്ത് ക്വേക്സ്, ഭൂകമ്പം, അങ്ങനെ എന്തെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് പീപ്പിൾ ആർ സോ അഫ്രെയ്ഡ്. അവരുടെ ഹൃദയമെല്ലാം സ്തംഭിച്ചു പോകുന്ന ഒരു അവസരത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും സമ്മതിക്കും, then I say this world cannot give you any good news, right? നിങ്ങൾ ഏത് പേപ്പർ നോക്കിയാലും ഫ്രണ്ട് പേജിൽ തന്നെ കുറേ മരണങ്ങൾ കാണാം, അല്ലേ? നല്ല ന്യൂസ് ഒന്നും കാണാനില്ല. അവിടെ ഇവിടെ എങ്ങാനും ഏതാണ്ട് ഒരെണ്ണം ഒരു പ്രോമിസ് കാണാം. അത് നടക്കുന്ന വാഗ്ദാനങ്ങളൊന്നുമല്ല. പൊളിറ്റീഷ്യൻസ് വിൽ മേക്ക് മെനി പ്രോമിസസ്. അത് നടന്നാൽ പറയാൻ നടന്നു എന്ന്. പക്ഷേ എല്ലാം തന്നെ ഈ കൊലയുമാണ്, ആക്സിഡൻറ്റുമാണ്, ക്രാഷുമാണ്, ഈ വണ്ടി ഇടിക്കലാണ്, വണ്ടി മറിയുന്നു, ട്രെയിൻ ഇടുന്നു, പ്ലെയിൻ ക്രാഷാണ്. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ കേൾക്കുന്ന എല്ലാ ബാഡ് ന്യൂസും. പക്ഷേ ഐ വാണ്ട് ടു ഗിവ് യു എ ഗുഡ് ന്യൂസ് ദാറ്റ് ഹെവൻ ഓൺലി ക്യാൻ ഗിവ് യു ഗുഡ് ന്യൂസ്. സ്വർഗം മാത്രമേ ഗുഡ് ന്യൂസ് തരാൻ നിങ്ങൾക്ക് സാധിക്കുകയുള്ളൂ. എന്തുകൊണ്ടെന്നാൽ ഹോളി ബൈബിൾ ഈസ് ഫുൾ ഓഫ് ഗുഡ് ന്യൂസ് ഫോർ ദോസ് ഹു ലവ് ആൻഡ് ഒബേ ദ ഗോഡ്. ബൈബിളിൽ നല്ല ഗുഡ് ന്യൂസ് മാത്രമാണുള്ളത്. എന്താണെന്ന് ചോദിച്ചാൽ അതനുസരിച്ച് ജീവിക്കുന്നവർക്ക് ഈ ബൈബിൾ മുഴുവൻ ഒരു ഗുഡ് ന്യൂസാണ്. ഗുഡ് ന്യൂസ് നമ്പർ 1 ഈസ് ജീസസ് ബർത്ത്. ജീസസ് ബർത്ത് ഈസ് എ ഗുഡ് ന്യൂസ്. എന്തുകൊണ്ടാൽ യേശു ജനിച്ചതാണ് ഏറ്റവും വലിയ ഗുഡ് ന്യൂസ്. യേശു ജനിച്ചപ്പോൾ എന്തിനാണ്? നമുക്ക് പുതിയ ജന്മം തരാൻ വേണ്ടി. ബിക്കോസ് ജീസസ് വാസ് ബോൺ വി ക്യാൻ ഹാവ് എ ന്യൂ ബർത്ത്. നമുക്കൊരു പുതിയ ജീവിതം വേണം. പുതിയ ജീവിതമില്ലാതെ, വീണ്ടും ജന്മമില്ലാതെ ആർക്കും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ സാധിക്കുകയില്ല എന്നാണ് യേശു പറഞ്ഞ് നിക്കോഡോമസിനോട്. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 3-5 വാക്യം 5-ാം വാക്യത്തിൽ തർപ്പിച്ച് പറയുന്നു, Surely I say to you, no one can enter the kingdom of God unless they are born again through water and spirit. അപ്പോൾ are you born again? So Jesus' birth is a good news. രണ്ടാമത്, second good news is Jesus' death. Jesus died for our sins.
ജീസസ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് അസ്. എൻ്റെ സ്ഥാനത്ത് യേശു മരിച്ച കാരണം എനിക്ക് പിന്നെ മരിച്ച് നരകത്തിൽ പോകേണ്ട ആവശ്യമില്ല. മരിച്ചാലും നമുക്ക് എവർലാസ്റ്റിംഗ് ലൈഫ് എന്ന ഹോപ്പുണ്ട്. നമ്മൾ സ്വർഗത്തിൽ പോകുമെന്നുള്ള ഒരു വലിയ പ്രത്യാശയുണ്ട്. അതുകൊണ്ടാണ് ജീസസ് ഡെത്ത് ഈസ് എ ഗുഡ് ന്യൂസ്. പിന്നെ മൂന്നാമത് ജീസസ് റെസറക്ഷൻ. ഈ മരിച്ച് അവിടെ അടക്കപ്പെട്ട സെമിത്തേരിയിൽ കല്ലറ കിടന്നെങ്കിൽ അതൊരു ഗുഡ് ന്യൂസും ആകുകയില്ല. പക്ഷേ മൂന്നാം ദിവസം യേശു കല്ലറ തകർത്തുകൊണ്ടാണ് ഉയർത്തെഴുന്നേറ്റത്. ആമേൻ. ഓ ഡെത്ത് വെർ ഈസ് യുവർ വിക്ടറി എന്ന് ചോദിച്ചുകൊണ്ട് യേശു, ഓ ഹീസ് ചാമ്പ്യൻ ഓഫ് ചാമ്പ്യൻ, വിക്ടോറിയസ് ലോർഡ്, നമുക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റു. അതുകൊണ്ട് നമുക്കും ഒരു പ്രത്യാശയുണ്ട്. വൺ ഡേ വി ടു ക്യാൻ, വി വിൽ നോട്ട് ബി, ആ ലൈഫ് വിൽ നോട്ട് ബി എൻഡ് അപ്പ് ഇൻ സിമിട്രി. ആ സിമിട്രിയിലായിരിക്കണം നമ്മൾ. ഗുഡ് ഫ്രൈഡേ ഇസ് നോട്ട് ദി എൻഡ് ഓഫ് ഓൾ, ദർ ഈസ് ഈസ്റ്റർ സൺഡേ എന്നോർക്കണം. നമ്മൾക്ക് സിമിത്തേരിയിലല്ല നമ്മുടെ ആ സ്ഥലം കിടക്കുന്ന, പക്ഷേ നമ്മൾ ഉയർത്തെഴുന്നേക്കും. യേശു ഉയർത്തെഴുന്നേറ്റതുപോലെ നമ്മളും കാഹളധ്വനിയിൽ നമ്മളും ഉയർത്തെഴുന്നേൽക്കും. ആമേൻ. പിന്നെ നാലാമത് അസെൻഷൻ. ജീസസ് അസെൻഷൻ ഇസ് എ ഗുഡ് ന്യൂസ്. യേശു സ്വർഗാരോഹണം ചെയ്തു, അല്ലേ? 40 ദിവസം ശിഷ്യന്മാരുടെ കൂടെ നിന്നിട്ട് പിന്നെ സ്വർഗാരോഹണം ചെയ്തു. സ്വർഗാരോഹണം ചെയ്തപ്പോൾ ദൂതന്മാർ വന്ന് പറഞ്ഞു, വൈ ഡു യു മെൻ ഓഫ് ഗാലിലി, വൈ ഡു യു സ്റ്റാൻഡ് ഗേസിംഗ് അപ്പ് ഇൻ ടു ഹെവൻ, ദിസ് ജീസസ് വാസ് ഗോൺ അപ്പ് ഇൻ ടു ഹെവൻ വിൽ കം ഇൻ ദ സെയിം മാനർന്ന്. അത് അപ്പോസ്തല പ്രവൃത്തി 1:11 വായിച്ചാൽ, ഗലീലിയ പുരുഷന്മാരെ, നിങ്ങൾ എന്തിനായി വായും പൊളിച്ച് സ്വർഗത്തിലേക്ക് നോക്കി നിൽക്കുന്നത്? ഈ പോകുന്ന യേശു അവരുടെ മുമ്പിലാണ്, ഇങ്ങനെ അവരുടെ കൺമുമ്പിലാണ് ഇങ്ങനെ പറന്ന് മുകളിലേക്ക് പോയത്, സ്വർഗത്തിലേക്ക് പോയത്. സെയിം വേ വി ടു വിൽ ബി ഗോയിങ്. ഈ യേശു വീണ്ടും വരുമെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്കും സ്വർഗത്തിൽ ഒരു സീറ്റ്, നമ്മൾ മരിച്ചു കഴിഞ്ഞ് കർത്താവ് നമ്മളെ പറപ്പിച്ചുകൊണ്ട് ആ സ്വർഗസിംഹാസനത്തിൽ ഇരുത്തും എന്നുള്ള ഗുഡ് ന്യൂസാണ് നാലാമത്തെ. അഞ്ചാമത്തെ ഗുഡ് ന്യൂസാണ് ജീസസ് ഈസ് ഗോയിങ് ടു കം സൂൺ. ഹി ഈസ് ഗോയിങ് ടു കം അഗെയിൻ. യേശു വീണ്ടും വരുന്നു. അത് യേശുവിനെ സ്വീകരിക്കാത്തവർ, യേശുവിൽ വിശ്വസിക്കാത്തവർ, യേശുവിന് വേണ്ടി ജീവിക്കാത്തവർ, വചനമനുസരിക്കാത്തവർക്ക് അതൊരു ബാഡ് ന്യൂസ് തന്നെയാണ്, ജീസസ് സെക്കൻഡ് കമ്മിങ്. ബട്ട് ഓസ് ഓഫ് us who are waiting for him, നമ്മൾ യേശുവിന് വേണ്ടി കാത്തിരിക്കുന്നവർക്ക് ഇത് മനോഹരമായൊരു ന്യൂസാണ്. ആമേൻ. ഹി വിൽ കം ആൻഡ് ടേക്ക് us to the everlasting kingdom. ഹല്ലേലൂയ. അതെന്ത് നല്ല ഗുഡ് ന്യൂസാണ്. അത് റെവലേഷൻ ചാപ്റ്റർ 11:15 പറയുന്നുണ്ട്, ദ കിങ്ഡം ഓഫ് ദിസ് വേൾഡ് ഹാസ് ബിക്കം കിങ്ഡംസ് ഓഫ് ദ ലോർഡ് ആൻഡ് ക്രൈസ്റ്റ് ആൻഡ് ഹീ ഷാൽ റെയിൻ ഫോർ എവർ ആൻഡ് എവർ എന്ന്. അപ്പോൾ അങ്ങനെയൊരു സമയം വരാൻ പോകുന്നു. ഈ ലോകത്തിലുള്ള എല്ലാ രാജ്യങ്ങളും നശിപ്പിച്ച് യേശുവിൻ്റെ കിങ്ഡം, ക്രിസ്തു ഇവിടെ ഭരിക്കാൻ പോകുന്നു. നമ്മളും ക്രിസ്തുവിൻ്റെ ഇവിടെ ഭരിക്കാൻ പോകുന്നു. എത്ര പേർക്ക് സന്തോഷമുള്ളവർ കരങ്ങൾ ഉയർത്തി ദൈവമേ നന്ദി, എനിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന സ്വർഗ സമ്പത്തിനായി നന്ദി പറയാൻ കർത്താവേ. ഞാൻ I will work for the kingdom, I will pray for the kingdom, I will live for your kingdom എന്ന് എല്ലാവരും ഒരു സമർപ്പണം ചെയ്യാം, തീരുമാനിക്കാം. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ.